നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തകർന്ന അന്തിക്കാട് പുത്തൻകോവിലകം പാലം താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിന് ഏങ്ങണ്ടിയൂരിൽ അരങ്ങുണർന്നു. നാട്ടിക ഫിഷറീസ് സ്കൂൾ പരിസരം ക്യാമറ നിരീക്ഷണത്തിലായി. പഞ്ചായത്ത് അംഗം കെ സന്തോഷിന്റെ ഓണറേറിയം ഉപയോഗിച്ചാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. വാർത്തകൾ വിശദമായി. അന്തിക്കാട് കോൾപ്പാടശേഖരങ്ങളെ അന്തിക്കാട് പുത്തൻകോവിലകം കടവാരവുമായി ബന്ധിപ്പിക്കുന്ന തകർന്ന പാലം താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി. തകർന്ന പാലത്തിന്റെ സ്ലാബുകൾ എടുത്തുമാറ്റി വലിയ 6 ഓവുകൾ സ്ഥാപിച്ച് മണ്ണിട്ട് മൂടിയാണ് താൽക്കാലികമായ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പാലം തകർന്ന് 7 മാസത്തിന് ശേഷമാണ് KLDC താൽക്കാലിക പാതയൊരുക്കിയത്. CC മുകുന്ദൻ MLA നിർദ്ദേശപ്രകാരം അന്തിക്കാട് കോൾപ്പാടശേഖര കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ കളക്ടറുമായി ചർച്ചയിൽ താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു. കോൾപ്പാടത്ത് വെള്ളം വറ്റിത്തുടങ്ങിയതോടെ വിത്ത് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകണമെന്നതിനാലാണ് താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് സെബി തട്ടിൽ, സെക്രട്ടറി V ശരത്ത്, ട്രഷറർ EG ഗോപാലകൃഷ്ണൻ, AV ശ്രീവത്സൻ, KV രാജേഷ്, ജയപ്രകാശ് വടശ്ശേരി എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പാലം ഇതുവരെ ഇടിഞ്ഞു പണിഞ്ഞ് വീണ് കിടന്നു. ഇപ്പോൾ കൃഷിക്കാർക്ക് അത്യാവശ്യം ഓരോന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് KLDCക്കാർ വന്ന് ഇത് ഒക്കെ മണ്ണിട്ട് വെച്ച് മണ്ണിട്ട് കൊടുത്തു. ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ഇതായിട്ട് ഇത് തൽക്കാലം മാത്രമേ പാടുള്ളൂ. പാലം വരണ്ടാണ്. പാലം എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലം വേണം. പാലാണെങ്കിൽ പറഞ്ഞത് ഇത് വെച്ചിട്ടുള്ളത്. വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നെല്ലും വണ്ടി പോകുമ്പോൾ താഴുമോ? താഴില്ല. ലോഡ് വണ്ടി കഴിഞ്ഞില്ല. ഇനി ഇടേണ്ടി വരും അത്രയ്ക്ക്. സംഗതി പാലം പണിന് അത്ര സുരക്ഷിത ഇത് കിട്ടില്ല. മണ്ണിട്ടുകൊണ്ട് വെച്ചുകൊണ്ട് കിട്ടില്ല. അത് യാതൊരു തർക്കമില്ല. 4 നാൾ നീളുന്ന കലാമാമാങ്കത്തിന് തിരിതെളിഞ്ഞു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. എല്ലാറ്റിനും അതിൻ്റെതായ വലിയ മാറ്റങ്ങളുണ്ട്. ക്ഷേത്രകലകൾ ആഢ്യന്മാരായ ആളുകൾക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ക്ഷേത്രകലകൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതൊരു വലിയ മാറ്റമാണ്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്ര നടയിൽ സാധാരണ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ മാത്രം അരങ്ങേറ്റമാണ് ഉണ്ടാവുക. എന്നാൽ സമീപകാലത്തായി താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികളുടെ മികച്ച അരങ്ങേറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഇതെല്ലാം ജനകീയവൽക്കരിക്കും. എല്ലാം മനുഷ്യൻ എന്ന് പറയുന്നിടത്ത് പിന്നെ മതങ്ങളൊന്നുമില്ല, വിശ്വാസങ്ങളില്ല, ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല. എല്ലാവരും ഒന്നാണ്. എല്ലാവരും ഒരുപോലെയാണ്. അവന്റെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങളെല്ലാം ഒന്നാണ് എന്ന മെസ്സേജ് നമ്മളെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ സാഹിത്യത്തിലെ ഇത്തരം കലാപരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ കലോത്സവ സന്ദേശം നൽകി. ചേറ്റുവ മുതൽ പെരിഞ്ഞനം വരെയുള്ള വിദ്യാലയങ്ങളിൽ നിന്നായി 7000-ലധികം പ്രതിഭകളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. 15 വേദികളിലായി നടത്തുന്ന മത്സരങ്ങൾ വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കും. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വലപ്പാട് AEO KV അമ്പിളി, സ്കൂൾ മാനേജർ ഫാദർ സജു വടക്കേത്തല, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK സുദർശൻ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ചെയർപേഴ്സൺ സുശീല സോമൻ, ഉഷ V പുരുഷോത്തമൻ, TV ചിത്രകുമാർ, ഷാജി ജോർജ്, ശ്രീജ മൗസ്മി, PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട്, സൗമ്യ രമേശ്, E രണദേവ്, റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ CK ബിജോയ്, ജനറൽ കൺവീനർ CC ബ്ലസ്സി, റിസപ്ഷൻ വൈസ് ചെയർമാൻ PP പ്രമോദ് എന്നിവർ സംസാരിച്ചു. കൊല്ലം
കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ 60 കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ അന്തിക്കാട് സ്വദേശി അഭിരാം ഇ നായർ. തൃശൂർ കേരളവർമ്മ കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായ അഭിറാം അന്തിക്കാട് ഈഴുവപ്പറമ്പിൽ രമേശന്റെയും മല്ലികയുടെയും മകനാണ്. നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തി മുട്ടത്ത് മഠം MG മനു നമ്പൂതിരിപ്പാടിന് അന്തിക്കാട് നടൂപ്പറമ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് NG പ്രിയമോൻ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു. ക്ഷേത്രം മേൽശാന്തി രാഹുൽ, NS നന്ദകുമാർ, AV സുധീർ എന്നിവർ സ്വീകരിച്ചു. NS കൃഷ്ണൻ, NB പ്രദീപ്, NB പ്രകാശൻ, നിഹൽ ഷാജി എന്നിവർ മേൽശാന്തിക്ക് ഷാൾ അണിയിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ NR സുഗതൻ, NS ശശികുമാർ, ദിവാസ് AS, സീന പവിത്രൻ, മഞ്ജുള ദേവി എന്നിവർ നേതൃത്വം നൽകി. നടൂപ്പറമ്പിൽ അന്നപൂർണേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഒരു സ്വീകരണം നൽകിയ ഇതിൻ്റെ സംഘാടകരെല്ലാവരോടും കുടുംബാംഗങ്ങളെല്ലാവരോടും നന്ദിയും ഒപ്പം ധർമ്മശാസ്താവിൻ്റെയും മാളികപ്പുറത്തമ്മയുടെ അനുഗ്രഹം ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. LDF സർക്കാർ നെല്ലിന്റെയും റബ്ബറിന്റെയും താങ്ങുവില വർദ്ധിപ്പിച്ചതിൽ AIKS നാട്ടിക മണ്ഡലം കമ്മിറ്റി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അന്തിക്കാട് സെന്ററിൽ നടന്ന സദസ്സ് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബാബു വിജയകുമാർ അധ്യക്ഷനായി. സെക്രട്ടറി VR മോഹൻദാസ്, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് MV സുരേഷ്, CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി KM കിഷോർ കുമാർ, ജയപ്രകാശ് VD, പ്രകാശ് കാരാട്ടുപറമ്പിൽ, CPI അന്തിക്കാട്ട് ലോക്കൽ സെക്രട്ടറി സനീഷ് എന്നിവർ സംസാരിച്ചു. ആദ്യമായി പങ്കെടുത്ത സംസ്ഥാനതല മത്സരത്തിൽ തന്നെ സുവർണ്ണ നേട്ടം സ്വന്തമാക്കി 8ാം ക്ലാസ്സുകാരൻ. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി തിണ്ടിക്കൽ നൌഷാദ ഫൗസിയ ദമ്പതികളുടെ മകനും മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് നാഫിഹ് ആണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ കന്നി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ച് നാടിനും വിദ്യാലയത്തിനും അഭിമാനമായത്. കായികമേളയിൽ ജൂനിയർ വിഭാഗം ഡിസ്കസ് ത്രോയിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച നാഫിഹ് സ്വർണ്ണ മെഡൽ ജേതാവായത്. കായിക മത്സരങ്ങളിലൊന്നും ഇതുവരെ പങ്കെടുക്കാത്ത നാഫിഹിനെ സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റായ ജിബി പോളാണ് മത്സരത്തിനായി തിരഞ്ഞെടുത്തത്. ജിബി തന്നെയായിരുന്നു പരിശീലകനും. ഉപജില്ലാ ജില്ലാ മത്സരങ്ങളിലും പ്രതിഭ തെളിയിച്ച നാഫിഹ് സംസ്ഥാന തലത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പിച്ചിരുന്നു. മധ്യപ്രദേശിൽ നടക്കാനിരിക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാഫിഹ്. സെൻറ് ജോസഫ് സ്കൂളിൽ 8M പഠിക്കണേ. ഞാൻ ഉപജില്ലയിലും ജില്ലയിലും സംസ്ഥാന കായികമേളയിലും ഒരു സ്വർണം നേടിയിട്ടുണ്ട്. ഡിസ്കസ് ത്രോയിൽ ഒരു സ്വർണ്ണ മെഡലും ഷോർട്ട് പുട്ടിൽ വെള്ളി മെഡലുമാണ് നേടിയേക്കണേ. നേരത്തെ മത്സരത്തിൽ പങ്കെടുക്കാറില്ല. 6-7 മാസമായി ട്രെയിൻ ചെയ്യണേ. ഇപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കയ്പമംഗലം മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ET ടൈസൺ MLAയുടെ പ്രത്യേക ഫണ്ട് 10,56,210 രൂപ വകയിരുത്തി 30 ലാപ്ടോപ്പുകളാണ് മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്കായി വിതരണം ചെയ്തത്. മതിലകം OLF ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ OA ജെൻറിൻ, PTA വൈസ് പ്രസിഡന്റ് സിൻജോ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ റോഷ്ന, ഇബ്രാഹിംകുട്ടി, പ്രധാനാധ്യാപിക സിസ്റ്റർ റെനാറ്റ, അയന എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് M.Ed ഇംഗ്ലീഷ് ടീച്ചറുടെ താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം നവംബർ 7 വെള്ളിയാഴ്ച രാവിലെ 10 കോളേജ് ഓഫീസിൽ. ഇടവേള.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ കെ സന്തോഷിന്റെ ഓണറേറിയം ഉപയോഗിച്ച് നാട്ടിക GFHS സ്കൂൾ ജംഗ്ഷനിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി മാധവൻ, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷാബി അബ്ദുൾ ജബ്ബാർ, സ്കൂൾ പ്രിൻസിപ്പൽ ഷിജി, അനൂപ് എന്നിവർ സംസാരിച്ചു. കാരണം വളരെ പ്രസിദ്ധമായിട്ടുള്ള 3 വിദ്യാലയങ്ങൾ, LP സ്കൂള്, ഹൈസ്കൂള്, ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി വിദ്യാലയം. അതിൽ പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും പല ഭാഗത്തു നിന്ന്, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നാട്ടിക ഫിഷറീസ് സ്കൂൾ പരിസരം എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഈ വിദ്യാലയത്തിൻ്റെ ഒരു സംരക്ഷകരാണ്. എന്ത് കുഴപ്പങ്ങളുണ്ടായാലും ബീച്ചുകാർ ബീച്ച് എന്നുള്ള രീതിയിലാണ് വരിക. പക്ഷെ വരുന്നതൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ വന്നിട്ടാണ് പുറത്തുള്ള ചില ആളുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. എന്നാലും നാട്ടിക ബീച്ചിൽ ഈ പ്രദേശത്തുള്ളൊരു തലയിലാണത് വന്ന് ചേരാറ്. എന്തായാലും നമ്മുടെ മെമ്പർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സന്തോഷ് ഒരു 3-4 മാസത്തെ ഓണററിയം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഹിതം കൂട്ടിവെച്ചിട്ട് അത് നല്ല രീതിയിൽ അതൊന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ കഴിമ്പ്രം ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് 1800 സ്ക്വയർ ഫീറ്റ് കെട്ടിടം ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തപതി KA, ജ്യോതി രവീന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ, ജനപ്രതിനിധികളായ അജയ് ഘോഷ്, BK മണിലാർ, KK പ്രഹർഷൻ, അനിത കാർത്തികേയൻ, മണി ഉണ്ണികൃഷ്ണൻ, ഷൈൻ നെടിയിരിപ്പിൽ, സൂപ്രണ്ട് ഡോക്ടർ രാജേഷ്, ഡോക്ടർ റഹീന മാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. 5 വർഷം മുമ്പുള്ള വലപ്പാട് പഞ്ചായത്ത്, ഇന്നുള്ള വലപ്പാട് പഞ്ചായത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്കെല്ലാം അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയാം. പ്രത്യേകിച്ച് ബോർഡ്, അപ്പുറത്തെ ബോർഡുണ്ട്. ബോർഡിൽ ഈ വാർഡിലെ
വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ നീണ്ട ലിസ്റ്റ് എഴുതി കണ്ട്. അപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ, ഒരു വാർഡിൽ അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലാകെ എത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. 300 ശിഷ്ടം ആളുകൾക്ക് വീട് കൊടുത്തു. ഇപ്പോൾ പട്ടികക്കാർക്കായി വീടും ഫ്ലാറ്റ് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ പഞ്ചായത്ത്, ഞാൻ അത് എണ്ണി പറയാൻ എനിക്കറിയില്ല, ഞാൻ പ്രാപ്തനുമല്ല. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മന പ്രസാദ നമ്പൂതിരി, മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരിയും ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ മക്കളെയും അമ്മമാരെയും കാണുവാനെത്തി. ബാലികാ സദനത്തിലെ മക്കൾ വേദമന്ത്രോച്ചാരണത്തോടെ സ്വീകരിച്ചു. യോഗിനിമാത സേവാകേന്ദ്രം വൈസ് പ്രസിഡന്റ് NS സജീവ്, സെക്രട്ടറി PR രവി, ട്രഷറർ KS തിലകൻ എന്നിവർ ഹാരാർപ്പണം നടത്തി. തുടർന്ന് വൈസ് പ്രസിഡന്റ് സജീവ് സേവാകേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുകയും ചെയ്തു. APJ അബ്ദുൽ കലാം റീഡിംഗ് ആൻഡ് റഫറൻസ് ലൈബ്രറി മാനേജർ NS അജിത്ത്, ദിവ സാലക്കൽ, ശ്രുതി, ജിദ്ദ, അനിത, വാർഡൻ ഗീത എന്നിവരും പങ്കെടുത്തു. യോഗിനിമാത ബാലികാ സദനം ഇത് വളരെ നമുക്കൊരു വല്ലാത്ത വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടായ ഒരു സ്വീകരണമായിരുന്നു ഇത്. കുഞ്ഞുങ്ങളെയും എല്ലാവരെയും പരിചയപ്പെടാനും അമ്മമാരെല്ലാം പരിചയപ്പെടാനും ഇത്രയും ഭംഗിയായിട്ട് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ടെന്ന് കൂടുതൽ അറിയുന്നത് തന്നെ ഈ സ്വീകരണത്തോടുകൂടിയാണ് ഇങ്ങനെ ആയിരുന്നത്. അത് വളരെ സന്തോഷം. ഈ സ്ഥാപനം വളരെ ഉയരത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധർമ്മശാസ്താവിൻ്റെയും മാളികപ്പുറത്തമ്മയുടെയും എല്ലാ അനുഗ്രഹം ഇവിടുത്തെ ഓരോ അംഗങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്ന തൃശൂർ സെൻട്രൽ സഹോദയ കലോത്സവത്തിൽ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കി വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂൾ. ഒട്ടനവധി കലാപ്രതിഭകൾ പങ്കെടുത്ത മത്സരത്തിൽ ഭാരത് വിദ്യാമന്ദിർ 6ാം സ്ഥാനത്തെത്തി. ഒപ്പന, ഭരതനാട്യം, ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, വാട്ടർ കളർ എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനവും സംഘഗാനം, സംഘനൃത്തം, നാടോടി നൃത്തം, ലളിതഗാനം, മോഹിനിയാട്ടം, വയലിൻ, ഡിജിറ്റൽ പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിങ്, കൊളാഷ്, കാർട്ടൂൺ, മലയാളം നിമിഷപ്രസംഗം, മലയാളം ആങ്കറിംഗ്, മലയാളം ഉപന്യാസരചന, ഹിന്ദി കഥാരചന, ഹിന്ദി ഉപന്യാസരചന, ഇംഗ്ലീഷ് കവിതാ പാരായണം, ഇംഗ്ലീഷ് കഥാരചന എന്നീ ഇനങ്ങളിൽ 2ഉം 3ഉം സ്ഥാനവും നേടി BVM മിന്നും പ്രകടനം കാഴ്ചവെച്ചു. കാറ്റഗറി 3യിൽ അവിരത്ത് KSനെ കലാപ്രതിഭയായി തെരഞ്ഞെടുത്തു. ശരീരത്തിലുടനീളം രക്തക്കുഴലുകളുടെ വീക്കമുണ്ടാക്കുന്ന ബെഹറ്റ്സ് രോഗബാധിതനായ നിർധനനായ യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ ശാർത്താംകുളം ഉത്തമൻ വത്സല ദമ്പതികളുടെ മകൻ 30 വയസ്സുള്ള രാഹുലാണ് അപൂർവ രോഗബാധിതനായി ദുരിതമനുഭവിക്കുന്നത്. MBA ബിരുദധാരിയായ രാഹുൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അസുഖബാധിതനാകുന്നത്. ഇടയ്ക്കിടെ പനി വരികയും ശരീരത്തിൽ നീര് ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. എന്നാൽ മരുന്ന് കഴിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസമുണ്ടാകുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ സമാന ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയതോടെയാണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചത്. ഇവിടുത്തെ ശാസ്ത്രീയ പരിശോധനകളിൽ നിന്നാണ് ബെഹറ്റ്സ് എന്ന അപൂർവ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത്. എന്നാൽ ഭീമമായ ചികിത്സാ ചെലവ് മൂലം തുടർ ചികിത്സ നാട്ടിൽ മതിയെന്ന് കുടുംബം തീരുമാനിക്കുകയായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ചികിത്സയ്ക്ക് തടസ്സമായി. വീടിന്റെ ലോൺ തിരിച്ചടവ് വൈകിയതോടെ വീടും ജപ്തി ഭീഷണിയിലാണ്. അസുഖബാധിതനായ പിതാവ് ഉത്തമനും ചികിത്സയ്ക്ക് വേണ്ടി പ്രതിമാസം നല്ലൊരു തുക ചെലവ് വരുന്നുണ്ട്. കാലിലും മറ്റും നീര് വന്നതോടെ രാഹുലിന് പരസഹായമില്ലാതെ എണീറ്റ് നടക്കുന്നതിനും കഴിയാതായി.
ശരീരത്തിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് രക്തം വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തുടർച്ചയായ ചികിത്സ നടത്തിയാൽ മാത്രമേ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ E.T. ടൈസൺ MLA ചികിത്സാ സഹായ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കയ്പമംഗലം പഞ്ചായത്ത് അംഗം PA ഇസഹാക്ക് ചെയർമാനായും KV പ്രദീപ് കുമാർ കൺവീനറായും KK അബ്ദുൽ നാസർ ട്രഷററായും ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. 3 ബീഡിക ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. അക്കൗണ്ട് നമ്പർ 15170100335771. IFSC FDRL 0001517. ഫോൺ നമ്പർ 9946380053. ജനുവരിയിൽ ഒരു 16-ാം തീയതി പനി വന്നതാണ്. ഞാനിവിടെ ഗുരുവായൂരുള്ളപ്പോൾ കൈമ നീരൊക്കെ വന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ച് വല്ല കിഡ്നിയുടെ ഇതായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു കുറേ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ മോഡേൺ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒരു 2-1.5 ആഴ്ച അവിടെ കിടന്നു. അപ്പോൾ ഒരു വേറെ പറഞ്ഞില്ല, നെഫ്രോൻ്റെ ഡോക്ടറെ കാണിക്കാൻ, കിഡ്നി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് അമ്മ നേരെ ഇപ്പോൾ ചെന്നൈയിലേക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്, ഒരു കൊളസ്ട്രോമി അൾസറായിട്ടേ. അപ്പോൾ അവിടെ പോയപ്പോഴാണ് അസുഖം മനസ്സിലായത്. ഒരു ബാസസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസാണ്. അത് ഇന്ത്യയിൽ റയറാണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ HLA-B51 പോസിറ്റീവാണ്. അപ്പോൾ കയ്യും കാലം നനയ്ക്കാൻ പറ്റിയിരുന്നില്ല. അവിടെ ഫെബ്രുവരി 12-ാം തീയതി മുതൽ ഏപ്രിൽ 21-ാം തീയതി വരെ ഹോസ്പിറ്റലായിരുന്നു. അവിടെ കണ്ടമാനം പൈസ 2 ലക്ഷത്തോളം അവിടെ ചിലവായി. പിന്നെ ആൻറ്റിബയോട്ടിക് തന്നു. അതിൻ്റെ ഇടയിൽ യൂറിനിൽ ഇക്കോളിൻ ബാക്ടീരിയ 1 lakh കൗണ്ടൊക്കെ ആയി. പിന്നെ കൗണ്ട് കൂടുക, ബ്ലഡ് കൗണ്ട് കൂടുക, CRP കൂടുക. അപ്പോൾ നമുക്ക് അവിടെ പൈസ ഇതാണ്ടായിട്ട് നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് പോന്നിട്ട് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ റെനയിൽ കാണിച്ചു. ഇപ്പോൾ റെനയിലാണ് ട്രീറ്റ്മെൻറ്റ്, യൂറോളജിയിൽ റെനയിൽ നമ്മുടെ രജനികാന്ത് സാറാണ് അപ്പോൾ ഇതാക്കുന്നത്. അപ്പോൾ യൂറിൻ കുടിക്കുന്നതനുസരിച്ച് യൂറിൻ പോകണില്ല പുറത്തേക്ക്, വേറെ ഒന്ന് വീർക്കുക, അങ്ങനെ അത് ഇൻഫെക്ഷനായി. അപ്പോൾ ആൻറ്റിബയോട്ടിക് കുറേ തന്നു, ഒരു ഇതും മാറ്റവും വരുന്നില്ല. ഇപ്പോൾ അവർ പറയണത് ഒരു UDS എന്നുള്ള ടെസ്റ്റ് ഉണ്ട്, അതൊരു 15 രൂപ ഇതിന് വരും. ആ ടെസ്റ്റ് ചെയ്യണം, 15,000 രൂപ ടെസ്റ്റിന് വരും. അത് ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്നാണ് പറയണത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവർ മറ്റേ കൊളോണോസ്കോപ്പി ചെയ്തു. അപ്പോൾ അതിൽ ബയോപ്സി എടുത്തപ്പോൾ അതിൽ അൾസറുണ്ട്. അപ്പോൾ അതിന് സർജറി വേണം. അപ്പോൾ ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലേ, കൗണ്ട് കൂടുന്നുണ്ട് സർജറി ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല എന്ന് പറയുന്നത്. പിന്നെ ശരീരമൊക്കെ വന്ന് വീർക്കുക, കാല് ഒക്കെ ഭയങ്കരമായിട്ട് നീരൊക്കെ വന്ന്, പിന്നെ യൂറിനിൽ ബ്ലഡ് ഇങ്ങനെ വരാം. അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് സുൽത്താൻ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീനിത ആഷിഖ് നിർവഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V.R. ജിത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തപതി KA, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK പ്രഹർഷൻ, മണി ഉണ്ണികൃഷ്ണൻ, EP അജയഘോഷ്, പൊതുപ്രവർത്തകൻ PS ഷജിത്ത് എന്നിവർ സംസാരിച്ചു. പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുൽത്താൻ റോഡിന്റെ ഉദ്ഘാടനമാണ്. ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ പങ്കാളികളാകുന്നതാണ് ഈ റോഡുകളുടെ നിർമ്മാണം. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ 20 വാർഡുകളിലും അവരുടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്ക് എല്ലാ വർഷവും ഒരു 3 കോടിയോളം രൂപയുടെ പദ്ധതികൾ നമുക്ക് വിഭാവനം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക തീവ്ര പരിശോധന നിർത്തിവെക്കുക, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ഏജൻസി പണിയെടുക്കാതിരിക്കുക, ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുക, പൗരത്വ ഭേദഗതി രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടനപ്പള്ളിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TP ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സുരേഷ് മഠത്തിൽ അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടറി VR മനോജ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിശ്വംഭരൻ, KC പ്രസാദ്, CPI മണ്ഡലം നേതാക്കളായ അഷ്റഫ് വലിയകത്ത്, CB സുനിൽകുമാർ, CPM വാടനപ്പള്ളി ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി എന്നിവർ സംസാരിച്ചു. അത് BJP ചോദിച്ചിട്ടാവില്ല. 4 ലക്ഷം സന്നദ്ധ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തകർ,
അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി പരിശോധിച്ചു. തെരുവോരങ്ങളിൽ കിടക്കുന്ന ആളുകളെ എണീപ്പിച്ചു, ചോദിച്ചു, നിങ്ങളുടെ വീടെവിടെ? ചില ആൾക്കാർ വീട്ടിൽ നിന്ന് എത്തി വന്ന് കിടക്കുന്നുണ്ട്, അവർക്ക് വീടുണ്ട്. അങ്ങനെ പരിശോധിച്ച് 1,00,000 ചില്ലാനും വീടുകൾ കണ്ടെത്തി. വീണ്ടും പരിശോധിച്ചു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കാൻ അങ്ങനെയാണ് 64,006 വീടുകൾ കണ്ടുപിടിച്ചത്. അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും ശ്രദ്ധയിൽപ്പെടുത്തിയ അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുക. മണലൂരിൽ മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അക്ഷര അങ്കണവാടിയുടെ ശിലാസ്ഥാപന കർമ്മം നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സിമി പ്രദീപ്, KS കവിത എന്നിവർ സംസാരിച്ചു. ദേശീയപാതയുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത അത് ഉപേക്ഷിച്ചു പോയതാണ് മുന്നിൽ. NHAIയുടെ ആഫീസ് ഇവിടുന്ന് അടച്ചുപൂട്ടി ഡൽഹിക്ക് പോയി. 2016 പിണറായി വന്നു, ഇടതുപക്ഷ ഗവൺമെൻറ് വന്നു, കേന്ദ്രവുമായി ഉപരിതല ഗതാഗത മന്ത്രി ജഗദീഷ് ടൈറ്ററുമായി ബന്ധപ്പെട്ടു, അങ്ങനെ ആ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് ഇതിന് മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമായി ഇടപെട്ടപ്പോഴോ ചില പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു. നമുക്ക് വികസന കാര്യങ്ങൾക്കോ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്ന 5,800 കോടി രൂപ ദേശീയപാതയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. വടക്കേ കാരമുക്ക് സെന്റ് ആന്റണീസ് ഇടവകയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. ഞായറാഴ്ച നടത്തിയ തിരുക്കർമ്മങ്ങൾക്ക് മെൽബൺ രൂപത മുൻ മെത്രാൻ മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനായി. വൈകിട്ട് അർപ്പിച്ച വിശുദ്ധ ബലിയിൽ പിതാവ് തിരുനാൾ ഒരുക്ക സന്ദേശം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 2 വർഷത്തെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ഇടവകയിലെയും കുരിശുപള്ളിയിലെയും കൈക്കാരന്മാർക്ക് സ്നേഹോപഹാരങ്ങൾ കൈമാറി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൈക്കാരന്മാർക്ക് സ്വീകരണം നൽകി. തുടർന്ന് തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും നടത്തി. അന്തോണി നാമധാരികളായ സഹോദരങ്ങൾക്ക് പിതാവ് ആശീർവാദം നൽകി അനുഗ്രഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കപ്പേളയിൽ വെച്ച് ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തകർന്ന അന്തിക്കാട് പുത്തൻ കോവിലകം പാലം താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കി. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിന് ഏങ്ങണ്ടിയൂരിൽ അരങ്ങുണർന്നു. നാട്ടിക ഫിഷറീസ് സ്കൂൾ പരിസരം ക്യാമറ നിരീക്ഷണത്തിലായി. പഞ്ചായത്ത് അംഗം KK സന്തോഷിന്റെ ഓണറേറിയം ഉപയോഗിച്ചാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.